ആദ്യമായി ഈശോയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ആഗ്രഹത്തോടുകൂടി കടന്നു നയിക്കുന്ന വളരെയേറെമായി സ്വാഗതം ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കുന്നതോടുകൂടി ഇന്നത്തെ ഈ ആരംഭത്തോടുകൂടി ശീതകാലം മുഴുവനായിരിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളായി ജീവിക്കുന്നതിനുള്ള കഴിവിന് വേണ്ടി കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം നമുക്ക് മോളെന്ന് വളരെ ചെറുപ്പത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. പക്ഷേ ഇന്ന് മോളതുമായി മോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരികയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകമായി ഈ അവസരത്തിൽ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. മാതാപിതാക്കന്മാർ രണ്ടുപേരും കുഞ്ഞിനെ നൽകി കയറിയിരിക്കുക. രണ്ട് മാതാപിതാക്കന്മാരെ തലയിൽ കൈവച്ച് കുഞ്ഞിനെ അനുഗ്രഹിക്കുക. മാതാപിതാക്കളും തലമുറക്കും അമ്മയുമാണ് നിനക്ക് വേണ്ടി സംസാരിച്ചത്. എന്നാൽ ഇന്ന് നീ അവരുടെ നടത്തണം. അപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. പരിസരമിനെ നീ മാവിസാരിയാണ് ഇസ്രയേലിൽ പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശിയായത്. അന്ന് നിങ്ങളുടെ തലമുറയും നിനക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ കേൾക്കുന്നു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുമ്പ് ഈ വിശ്വാസ സത്യങ്ങൾ നീ തന്നെ ഏറ്റു പറയുവാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യാമറിയിൽ നിന്ന് വളർന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ദൈവത്തിന്റെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക സഭയിലും പുണ്യമാനത്തിലും പാപമോചനത്തിലും നിത്യമായ ആയുസ്സിലും നീ വിശ്വസിക്കുന്നുവോ? മാമോദീസായിൽ നിന്റെ തലമുറയും തലമുറയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് സ്വീകരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ശാന്തവും നമ്മെ വഞ്ചിക്കുന്നവനുമായ പിശാചിനെ നീ ഉപേക്ഷിക്കുന്നു. അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നീ ഉപേക്ഷിക്കുന്നു. പ്രിയമോളെ, ദൈവം നിന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിന്നെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നീ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രങ്ങളെന്ന പോലെ നിന്റെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവം ഇതാ അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പങ്ങൾ ഭക്ഷിക്കുവിൻ. ഈശോ നിന്നിൽ ജീവിക്കുവാൻ നീ അനുവദിക്കുവിൻ. Hoy me morí,
എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ്ട കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരനെ പത്രോസ്ലീഹ ഒന്നാം ലേഖനത്തിലുള്ള വായന 4-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കും. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയുമായി പീഡ സഹിക്കാൻ ഇടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിലവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നീതിമാൻ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശുദ്ധനായ സൃഷ്ടാവ് തങ്ങളുടെ ആത്മാക്കളെ പ്രകടിപ്പിക്കട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 47 മുതലുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനെങ്കിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിവന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. മാതാപിതാക്കളെ,
സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, മിത്രങ്ങളെ, ഇന്ന് അവളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. അവൾ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്കെന്നെ തോന്നിപ്പോവുകയായിരുന്നു, ഒരു മാലാഖ ചുവട് വെച്ച് കടന്നു വരുന്നു. തീർച്ചയായിട്ടും മോളിൽ ഒരു മാലാഖ മനോഹരമായി ഡ്രസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ, നവീനമായ രീതിയിൽ അലങ്കരിച്ച ഒരു തിരികൈയില് ഒരു മുടിയും നെറ്റുമെല്ലാം ഒരു മണവാട്ടിയെ പോലെ ഡ്രസ് ചെയ്തിട്ട് ഈ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമാണ് ഉണ്ടായത്. ഒരു കാര്യം മോൾ പ്രത്യേകമായിട്ട് ഓർക്കണം, ഇന്നത്തെ ഈ ദിവസം മോളുടെ ദിവസമാണ്. ഇന്ന് കർത്താവ് മോളിലേക്ക് കടന്നു വരികയാണ്. അപ്പത്തിൻ്റെയും വീടിൻ്റെയും രൂപത്തിൽ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശരീരവും രക്തവുമായി കടന്നു വന്ന് മോളെ ആ ഈശോ സ്വന്തമാക്കുകയാണ്. ആ ഈശോ മോളെ സ്വന്തമാക്കുമ്പോൾ മോൾ ഈശോയെയും സ്വന്തമാക്കും. ഈ ദിവസങ്ങളിലെല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലായിരുന്നു, ഇല്ലേ? നന്നായിട്ട് പഠിച്ചു, എല്ലാം പഠിച്ചില്ല, പഠിച്ചു, നന്നായിട്ട് ഒരുങ്ങി, ഇല്ലേ? ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ? നന്നായിട്ട് ഉറങ്ങിയോ? Did you sleep well? Did you sleep well? But ഒരു ത്രില്ല് ഉണ്ടായിരുന്നു, അല്ലേ? There was a thrill, അല്ലേ? കാരണം ഇന്നൊരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വളരെ എനിക്കിന്നും ഓർമ്മയാണ്, ഞാൻ അതുമായിട്ട് വിശുദ്ധമായി ഇതേ പള്ളിയിൽ തന്നെയാണ് സ്വീകരിച്ചത്. അത് വള്ളംകുട്ടി പിതാവായിരുന്നു എനിക്ക് വിശുദ്ധമായി നൽകിയത്. കൊല്ലങ്ങൾക്ക് മുമ്പ് മോളുടെ ചിലപ്പോൾ അപ്പച്ചൻ ചിലപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തവരായിരിക്കും. പക്ഷെ നിങ്ങൾ ഇരിക്കുന്നതിൽ ആരും തന്നെ എനിക്ക് തോന്നുന്നില്ല ജനിച്ചിട്ടുള്ളത്. പക്ഷെ അന്നത്തെ ആ ദിവസം, ആ രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. അത്രയും ഒരു കാത്തിരിപ്പിന്റെ സമയമാണ്. അപ്പൊ ഈശോ എത്രമാത്രം പ്രത്യേകമായിട്ട് മോൾ ഓർക്കണം. മോള് ഞാൻ പറഞ്ഞു, മോളി പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു മാലാഖയെ പോലെ ചുവടുകൾ വെച്ച് കടന്നു വരികയായിരുന്നു. അപ്പോൾ മോളുടെ ഇടത്തും വലത്തും എല്ലാം മാലാഖമാരുണ്ട്. വിശുദ്ധരായവരുടെ കൂടെ വിശുദ്ധിയിൽ ജീവിക്കുന്നവരുടെ മാലാഖമാരുണ്ടായിരുന്നു, അവരെ കാത്തുരക്ഷിക്കുന്നു. ഇന്ന് ഈ മോള് വിശുദ്ധയാണ്. പാപത്തിന്റെ ഒരു അറിവില്ലാതെ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ വേണ്ടി പോവുകയാണ്. ഈശോയെ രക്ഷകനായി സ്വീകരിക്കുവാൻ പോകുന്ന നിമിഷങ്ങളാണ് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ മാതാപിതാക്കന്മാരോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന ഈ കുഞ്ഞിനോടുകൂടി സ്വീകരിക്കണം. നിങ്ങൾക്കറിയാം, ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒരു വേറെ പ്രോഗ്രാമുകളെ എല്ലാം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാ പ്രോഗ്രാം? ഈ ആളുമാർ കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രോഗ്രാം പറഞ്ഞോ? വീടിന്റെ വെഞ്ചിരിപ്പ്, മനോഹരമായ വീട് പടുത്തുയർത്തിയിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് നിങ്ങൾക്ക്. ഈ കുഞ്ഞിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ മറ്റൊരു ഈശോയായി മോൾ മാറുകയാണ്. ആ മോളാണ് ഇന്ന് ഭവനത്തിലേക്ക് കാലെടുത്ത് കടന്നു വരുന്നത്. അപ്പൊ ആരാ കുടുംബത്തിലേക്ക് കാലെടുക്കുന്നത്? അല്ല, ആരാ? ഈശോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷെ ഈ വീടിന്റെ ആ ആഘോഷങ്ങളെല്ലാം വിട്ടപ്പെട്ട് ഈശോയെ സ്വീകരിക്കുന്നതിനും ഈശോയെ കൈപിടിച്ച കുടുംബത്തിലേക്ക്, ആ വീട്ടിലേക്ക് കടത്തി കൊണ്ടുവരുന്നതിനും മാതാപിതാക്കളായ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അലങ്കാരങ്ങൾക്കും അതുകൊണ്ട് നിങ്ങൾക്കറിയാമില്ല, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ ഈ ജനാലയത്തിൽ തെരുവിലെല്ലാം പോകുന്നത് മാത്രമേ നമ്മളുള്ളൂ. പക്ഷേ വീട്ടിലേക്ക് അതിന്റെ വിജയിപ്പ് കർമ്മങ്ങളും അതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നൂറുകണക്കിന് ആളുകളുണ്ടാകും. അപ്പം മാതാപിതാക്കൾ
തന്നെ ശരീര പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. മറക്കരുത്, പ്രാർത്ഥനയും അനുഗ്രഹമില്ലാത്ത വീട്ടിലേക്ക് കർത്താവിനെ കടന്നു വരുവാൻ സാധിക്കുകയില്ല. അപ്പൊ ഇന്നത്തെ ഈ ദിവസം തന്നെ ഈ വീടിന്റെ ഉദ്ഘാടന കർമ്മവും അതുപോലെ തന്നെ ഈ മകളുടെ ആശീർവാദ ശീലവും നടത്തുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണമായി നമ്മൾ കണക്കാക്കണം. ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുക്കണം. അതുകൂടാതെ ഞാൻ ഒരു പ്രത്യേകം എവിടെയൊക്കെ ഇതേ വഴിയിൽ തന്നെ ഞാൻ പല പ്രാവശ്യം ആശീർവാദം പ്രസംഗിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ പ്രത്യേകമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങള് ഇന്ന് നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ചെലവഴിക്കുന്ന പൈസയും പ്രതാപവും അതുപോലെ വീടിന്റെ എല്ലാം വേണ്ടി ഒരു ചെറിയ ഭാഗം പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ച് കൊടുക്കണം. അനേകർ ആഗ്രഹിച്ചിട്ടും എത്താത്ത സ്ഥലത്ത് നിങ്ങളെ ദൈവം എത്തിച്ച് അനേകർക്ക് കിട്ടാത്ത അനുഗ്രഹവും ആനുകൂല്യങ്ങളും ദൈവം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ദൈവത്തിന്റെ മുന്നിൽ പുറത്തിരിക്കുവാൻ സാധ്യമല്ല. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ആ കുഞ്ഞുങ്ങളെ പോലെ ആ കുഞ്ഞുങ്ങൾക്കില്ലാത്ത സഭകളും അല്ലെങ്കിൽ പരിമിതികളില്ലാതെ ഒത്തിരി കഷ്ടപ്പെടുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ നിങ്ങളിലേക്ക് കടന്നു ചെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം പൂർത്തീകരിക്കാൻ സാധിക്കും. സത്യമായി അസന്നിഗ്ധമായി എനിക്ക് പറയാം. ഞാൻ പറഞ്ഞില്ല, അപ്പച്ചൻ ഒത്തിരി പ്രാർത്ഥിച്ചു പ്രാർത്ഥന ഇങ്ങനെ അവർക്ക് പ്രാർത്ഥനയുടെ ശക്തിയിൽ മുന്നോട്ട് പോവുകയാണ്. അത് മാത്രം പോരാ, ചെയ്യാനുള്ള മനസ്സാക്ഷി ആത്മാർത്ഥമാണ്. മനുഷ്യൻ പള്ളിക്ക് വേണ്ടി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കേണ്ടി വരുമ്പോഴോ പലരും എന്നോട് പറയാൻ പൈസയൊന്നുമില്ല, ഒന്നും ഉണ്ടാവുകയില്ല. ഈ ഒരു വാക്ക് നിങ്ങളുടെ നാവിൽ നിന്ന് പല പ്രാവശ്യം മുതിർന്നു വീഴുമ്പോൾ നിങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെടും. കൊടുക്കുന്നവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ, കൊടുക്കുന്നവർക്ക് കിട്ടും. അപ്പൊ നിങ്ങളുടെ കുഞ്ഞിന് അനുഗ്രഹങ്ങൾ നിങ്ങൾ വാങ്ങി പറഞ്ഞു നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾ പാവങ്ങളെ സഹായിച്ചു. നിങ്ങളൊരു ധർമ്മമാരല്ല, ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി മോളെ പിന്നീട് അതിനുള്ള മനസ്സാക്ഷി നമുക്ക് ഇന്നത്തെ ഈ ദിവസം നൽകിയിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയും കൃപയും മാത്രമായി നമ്മൾ. നാളെ എന്ത് നമുക്ക് സംഭവിക്കുന്നുള്ളത് അത് ദൈവത്തിന്റെ മുഖ്യം എഴുതി വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിന് മാത്രമേ അറിയാവൂ. പക്ഷെ നമ്മൾ പ്രത്യേകമായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധരാജനൊക്കെ പറഞ്ഞു 8 മിനിറ്റ് കൂടുതൽ അച്ഛന്മാർ പ്രസംഗിക്കാൻ പാടില്ല. ഒരു ചെറിയ കഥ നമുക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ നിങ്ങളുമായിട്ട് ഈ എന്താ പറയുന്നത് ഈ വചന പ്രഘോഷണം. അപ്പോൾ മോള് പ്രത്യേകം കേൾക്കണം ഈ കഥ, മനസ്സിലായില്ലേ? ജോൺ പോൾ പാപ്പ, ഇത് കഥയല്ല, കഥയുടെ മുൻപാണ്. ജോൺ പോൾ 2ാമൻ പാപ്പ പെരു എന്ന് പറയുന്ന അമേരിക്കൻ കൺട്രിയിലേക്ക് പ്രാവശ്യം പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ ആൾക്കാരെ ആ മാർപ്പാപ്പ അഡ്രസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അവരോട് പറഞ്ഞു, ദൈവത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ വിശപ്പ്, ദൈവത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ വിശപ്പ് ഒരിക്കലും തീരാതിരിക്കട്ടെ. ഇന്ന് യോനാമോളോട് പറയാം, ദൈവത്തിന് വേണ്ടിയുള്ള മോളുടെ ആവശ്യം ഇന്ന് ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പോൾ മോളുടെ മരണം വരെ 90 100 അതിക്കൊള്ളുന്നത് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. 100 അത് കഴിയുമ്പോൾ മറ്റുള്ളവർ വരും. അതാണ് ഇന്നത്തെ സ്ഥിതി. അതുകൊണ്ട് അത്രയും ജീവിക്കുമ്പോൾ അത് ദൈവത്തിന് വേണ്ടി ഈശോയോടുകൂടി പറയാൻ മനസ്സിലാവും. അപ്പൊ അത് മോളത് അങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഈ കഥയോട് പറഞ്ഞിട്ട് ഒരിക്കലും രാജാവ് ഒരു വിളംബരം, ആ വിളംബരം ഇതായിരുന്നു, ഈ ഇന്ന ദിവസം പറഞ്ഞിട്ട് പറഞ്ഞു, ആ രാജാവിന്റെ ആ കിങ്കത്തിലുള്ളത് അല്ലെങ്കിൽ ആ പുള്ളിയുടെ വരിയിലുള്ള എല്ലാവർക്കും കൊട്ടാരത്തിലേക്ക് കടന്നു വരാം, കുഞ്ഞുങ്ങൾക്ക് മാത്രം. എന്നിട്ട് രാജാവ് അതിനോടുകൂടി ഒരു വാക്കുകൂടെ പറഞ്ഞു, ആ കുഞ്ഞുങ്ങൾക്ക് ഒരു സമ്മാനം എൻ്റെ കൊട്ടാരത്തിൽ നിന്നും തിരഞ്ഞെടുക്കും, ഒരു സമ്മാനം മാത്രം. അപ്പം ദിവസങ്ങൾക്ക് മുമ്പ് മാതാപിതാക്കന്മാർ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുക. നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ നീ എന്ത് ചെയ്യണം, നീ ചെയ്യുമ്പോൾ നീ നോക്കണം അവിടെ എങ്ങനെ സ്വർണ്ണക്കൊണ്ടോ സ്വർണ്ണത്തിന് നാണയങ്ങളിരിപ്പുണ്ടോ കിരീടമുണ്ടോ, അതുപോലെ നല്ല കട്ടിലൊക്കെ രാജാക്കളൊക്കെ കിടക്കുന്ന ചാനലൊക്കെ ആ കട്ടിലൊക്കെ പിടിച്ചു പോയി. അത് കഴിഞ്ഞ് മാതാപിതാക്കന്മാർക്കൊന്ന് എടുത്തോണ്ട് പോകാം. അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് തന്നെ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുത്തു കിട്ടും. അങ്ങനെ സമയം വന്നു കുഞ്ഞുങ്ങളെല്ലാം ആ രാജാവിൻ്റെ സന്നിധിയിലെത്തി. രാജകൊട്ടാരത്തിലാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്മാനം നിങ്ങൾ എടുത്തു.
അപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെല്ലാം ഓടുക. ചിലരെല്ലാം എന്നാ പറയുന്നത് സ്വർണ്ണം കളക്ട് ചെയ്യുന്നു, മറ്റുള്ളവർ മാർഗം അങ്ങനെ പല സാധനങ്ങളും കട്ടിലെല്ലാം ഇങ്ങനെ നിൽക്കുക എല്ലാം. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു കുഞ്ഞു മാത്രം ആ മുരയിൽ മാറി നിൽക്കുക, അവരൊന്നും ചെയ്യുന്നില്ല. അപ്പൊ രാജാവ് തന്നെ അവനെ വിളിച്ചിട്ട് വരാം, വാടാ, നിനക്കൊന്നും വേണ്ടെന്ന് ചോദിച്ചു. ഇവൻ ഒരു കാര്യം ചെയ്തു, ഇവൻ ഈ രാജാവിനെ കയറ്റിപ്പിടിച്ചു. എനിക്ക് രാജാവിനെ കിട്ടിയാൽ എല്ലാവരെയും കിട്ടിയില്ലേ? രാജാവിനെ അവൻ പിടിച്ചു. നമ്മളാരെ പിടിക്കണം? രാജാവിനെ. രാജാവിനെ ആരെ പിടിക്കേ? ഉറക്ക പറഞ്ഞവരെല്ലാം കേൾക്കും. എവിടെ ഇരിക്കുന്നേ മണ്ടന്മാരെ കണ്ടിട്ട് ഉറക്ക കേൾക്കും. ആരെ കെട്ടിപ്പിടിക്കില്ലേ? ഈശോയെ. അവക്കറിയാം ഈശോയെ കെട്ടിപ്പിടിച്ചോ എല്ലാം ദൈവം ധാരാളമായി ദാനങ്ങളാൽ അനുഗ്രഹിക്കണമേ. നിന്റെ ശരീരത്തിൽ സ്വീകരിക്കുന്ന ഇവർക്ക് അവളുടെ ജീവിതയാത്രയിൽ നീ എന്നും തുണയായിരിക്കണമേ. സകലത്തിന്റെയും നാഥായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദേവമാതാവായ മറിയത്തിന്റെയും നീതിമാനായ യോസേഫിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ നിശ്ചയം വരിച്ച നീതിമാന്മാരുടെയും മകുടംകുഴി രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സുചരമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ അർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം പിതാവിനോടും ഏകസത്യതയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച്
ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുക. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. കർത്താവേ, പ്രകാശിക്കാൻ കഴിയാത്ത പത്രമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ ദൈവീകം ഞങ്ങളെ പട്ടുകാരാകുവാൻ നീ ഞങ്ങളുടെ മനുഷ്യസ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സഹകരിക്കുകയും അതരായ ഞങ്ങളെ ലഭിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സ്വന്തമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സ്വർഗ്ഗീയ സകലപിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായിക്കും ഞങ്ങളുടെ സകലപിതാവും തലവനുമായ മേജർ ആർച്ച് റാഫേൽ മെത്രാപ്പോലീത്തായിക്കും ഞങ്ങളുടെ പിതാവായ മാർ മെത്രാപ്പോലീത്തായിക്കും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതന്മാരായ പ്രേക്ഷകർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും പുസ്തകപ്പൊലിക്കാസോദരനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പുരോഹിതന്മാരുടെയും സ്ത്രീയന്മാരുടെയും രക്തസാക്ഷികളുടെയും മക്കളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമാനം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും ഇന്നേ ദിവസമാദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയുടെ സ്വന്തമായി പോകുവാനാവുന്ന ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മകളെയും അവരുടെ മാതാപിതാക്കളെയും മറ്റുള്ള മിത്രാദികളെയും അവരുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും എല്ലാം ഈ സമയങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ വിശുദ്ധമായ പരിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ അർപ്പിക്കുന്നു. ശുദ്ധവാനപ്പെടുന്ന അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് അങ്ങയുടെ പ്രിയപ്പെട്ടനായ ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ ജീവിതായമായ സുവിശേഷം വഴി വിശുദ്ധമായ ശക്തിയും ജീവിതായമായ പരിശുദ്ധ കത്തോലിക്ക സംസ്കാരങ്ങളായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചതെല്ലാം മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാമമായ അനുഭവത്തിന്റെയും മഠത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയവും പരിശുദ്ധവും ജീവിതാനുഭവവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്റെ ദാസന്റെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും
സജീവവും പരിശുദ്ധവും ജീവിതായുവുമായ അങ്ങയുടെ നാമത്തിനെ സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോൾ എപ്പോൾ എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനനുസരണമായി ഞങ്ങളുടെ പാപങ്ങൾ കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുന്ദരവും പരിശുദ്ധവും ജീവിതാനുഭവമായ
അങ്ങയുടെ സംരക്ഷണത്തിന് എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ഇന്നും എൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും എൻ്റെ മരണനേരത്തും ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധ മനുഷ്യവും യോഗ്യതകളും മൂലം എൻ്റെ എല്ലാ പ്രവൃത്തികളും വിചാരങ്ങളും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. അങ്ങയുടെയും അങ്ങേ പ്രിയപ്പെട്ടവരുടെയും ഇഷ്ടാനുസരണം നിയന്ത്രിക്കപ്പെടുന്നതിന് എൻ്റെ പ്രത്യാശകളും ആശ്വാസങ്ങളും എൻ്റെ പരീക്ഷകളും ദുരിതങ്ങളും എൻ്റെ സ്നേഹവും താല്പര്യങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പം നമുക്ക് വായികള് കൊണ്ട് ഈ കൊണ്ട് ആശംസിക്കണേ. മിശിഹായുടെയും മറ്റേയും മഹിമായുടെയും ജീവിതം നവീകരിക്കുവാൻ ഇത് നിന്നെ സഹായിക്കട്ടെ. സന്തോഷത്തിനും ദുഃഖത്തിനും സമചിത്തരായി ജീവിക്കുവാൻ നിന്നെ കൊണ്ടിരിക്കട്ടെ. ഈ സമർപ്പിക്കുവാൻ അവിടെ മുഴുവൻ ഇവിടെ അവിടെ നീ അവിടെ തന്നെ അയ്യോ പോലെ രണ്ട് കൈ കൊണ്ട് പിടിക്കുക. കുറച്ച് കൈ താത്തി പിടിച്ചേ. ആ എല്ലാം കുറച്ച് നിറഞ്ഞ ഭയങ്കര കൂടുതൽ ഇവിടെ നോക്കിക്കോ.
അടുത്തോട്ട് ടോണിയെ വിളിച്ചേ. ഇത് അവളെ ചേർത്ത് കിട്ടാവോ? ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് അടുത്തോട്ട് വന്നേ. ഇതെവിടെ റെഡി അല്ലേ? ഒന്നുകൂടെ റെഡി. എന്ത് ടോണി ഞാനേ ഒരു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്തിൻ്റെ മോൻ്റെ കൊച്ചിൻ്റെ നടപടിച്ചാൽ പള്ളിയിൽ. ആ പറയാം. അതെ അല്ലേ? അങ്ങനെ കുറച്ചും കൂടെ ഇങ്ങോട്ട് എല്ലാവരും ഒന്ന് ചിരിക്കാട്ടോ. സ്മൈൽ പ്ലീസ്. നിങ്ങളെ ചിരിക്കൊണ്ട് കേട്ടാ. ഇവിടെ ചിരിച്ചേ. റെഡി, ഇവിടെ വയ്ക്കും, ഇവിടെ വയ്ക്കും. റെഡിയാണ്, റെഡിയാണ്. അടുത്തോട്ട് ചേർന്നു. നീ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ റെഡി.